ഈ വീഡിയോയിൽ നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ജെഫ്രി എപ്സ്റ്റീൻ ഈ വ്യക്തി ആരായിരുന്നു, എന്താണ് ഈ വ്യക്തിയുടെ പുറകിൽ നടന്ന കളികൾ, അമേരിക്കയിൽ ഇപ്പം നിലവിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. എല്ലാം തന്നെ പ്രശസ്തി ആർജിച്ച വലിയ വലിയ ബിസിനസ് ജാമ്പവാൻ, വലിയ വലിയ ബിസിനസ്സുകാരുടെ പേരാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ട്, എല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ വേറൊരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു, മാക്സ്വെൽ, ജെസ്ലിൻ മാക്സ്വെൽ. ഈ ഒരു ലേഡിയും ഒപ്പമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കംപ്ലീറ്റ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഈ ജെഫ് എന്നാണ് ഇയാൾ പൊതുവേ ആ കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇയാളുടെ മരണത്തിന് ശേഷമൊക്കെയാണ് കോടതിയിൽ നിന്ന് വന്ന ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ പേരിലാണ് ഇതാണ് എപ്സ്റ്റീൻ കേസ്, എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ പൊതുവിൽ ഇയാളെ ജെഫ് എന്നാണ് വിളിക്കുന്നത്. ഇയാൾ ചെറുപ്പത്തിൽ തന്നെ മാത്സിൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ഇയാൾ മാത്സ് പ്രൊഫസറായിട്ട് തന്നെ പണിയെടുത്തു. സ്കൂളുകളിൽ പഠിപ്പിക്കുമായിരുന്നു, കോളേജ് തലങ്ങളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയൊരു ബിസിനസ് എൻറ്റിറ്റിയിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാനും ഇയാളുടെ ഉപദേശം കൃത്യമായിട്ട് വർക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉപദേശകനായിട്ട് വരെ ഇയാൾ മാറുകയാണ്. പക്ഷേ ഈ ഉപദേശം കൊടുക്കുന്നതിലുപരിയായിട്ട് പല പല ഗവൺമെൻറ് ഡീലുകൾ സൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പല ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബിയോണ്ട് ബിസിനസ് എന്താണ് ഒരു ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും, ഓരോ അഡിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ആർക്കൊക്കെ എന്തൊക്കെ അഡിക്ഷൻ ഉണ്ടോ അതെല്ലാം തന്നെ കണ്ടെത്തി അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഡീൽ ഉറപ്പിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ. അങ്ങനെയാണ് വലിയ വലിയ ബിസിനസ്സുകാരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടാകുന്നത്, വലിയ വലിയ ഗവൺമെൻറ് ഫെഡറൽ ഉദ്യോഗസ്ഥരുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ടാകുന്നത്. അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീൻ സമ്പാദിച്ച് ന്യൂയോർക്കിൽ ഒരു മാൻഷൻ സ്വന്തമാക്കുന്നുണ്ട്, ഇയാൾ ഓൺ ചെയ്യുന്നുണ്ട്. ഈ ന്യൂയോർക്ക് മാൻഷനിൽ ഇയാൾ ഈ വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പാർട്ടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഇയാളൊരു ഹോബിയായിട്ട് മാറുകയാണ്. ആ പാർട്ടിയിൽ വെച്ചിട്ട് പല പല ബിസിനസ്സുകാരെയും കൂട്ടിമുട്ടിക്കുക, തമ്മിൽ ഡീൽ ഉറപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അയാൾ ചെയ്യുന്നു. പെണ്ണുങ്ങളെ ഓഫർ ചെയ്യുക എന്നുള്ളത് ഈ പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിരുദ്ധന്മാർ, ഈ ബിസിനസ്സുകാർ, സോ കോൾഡ് ബിസിനസ്സുകാരെന്ന് വിളിക്കുന്ന ആക്ച്വൽ പണച്ചാക്കുകൾ, യുവമാർ മറ്റാർക്കും അറിയാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തോടു കൂടി യുവമാർ ഈ എപ്സ്റ്റീൻ നടത്തുന്ന പാർട്ടികൾ സന്ദർശിക്കുക എന്നുള്ളതാണ് യുവമാരുടെ ഒരു ഹോബിയായിട്ട് മാറിയിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇങ്ങനത്തെ പണച്ചാക്കുകളെയൊക്കെ എന്ത് കൊടുത്താൽ യുവമാർ വീഴും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ അത് കഴിഞ്ഞിട്ട് ഒരു ഐലൻഡ് സ്വന്തമായിട്ട് വാങ്ങുകയാണ്. കാരണം അതിനു മുമ്പ് ഈ വീട്ടിൽ ഈ ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ പാർട്ടിയിൽ തന്നെ കുറേ പൈസ ഇയാൾ സമ്പാദിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്രമാത്രം പൈസ സമ്പാദിച്ച ഒരുത്തൻ ഈ ഐലൻഡ് സ്വന്തമായിട്ട് വാങ്ങുകയാണ്. പാം ബീച്ച് ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഈ പാം ബീച്ച് ഹൗസ് വാങ്ങിയിട്ട് ഇയാൾ അവിടെ ഹോട്ടൽ മാതൃകയിൽ തന്നെ വലിയ റിസോർട്ട് മോഡലിൽ കാര്യങ്ങളൊക്കെ പണിത് സെറ്റാക്കുകയാണ്. അതായത് ഈ പാർട്ടി എല്ലാം അങ്ങോട്ട് മാറ്റുകയാണ്. കാരണം ഇനി മെമ്പേഴ്സ് കൂടുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ VIP വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ VIP വരുമ്പോൾ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇയാൾ അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം തന്നെ ഒരു സെപ്പറേറ്റ് സിസ്റ്റം അവിടെ തയ്യാറാക്കുകയാണ്. ഇനി അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖൻ ഈ പാർട്ടിയിലേക്ക് പങ്കെടുക്കുന്നു എങ്കിൽ അയാളുടെ PAക്ക് പോലും അറിയില്ല ഇയാൾ അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളത്. ആ രീതിയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഈ പാം ബീച്ചിൽ കൊണ്ട് ഇവരെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ 1000-ലധികം പെൺകുട്ടികളെ ഇവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പീഡോഫൈലിക് എന്നുള്ളൊരു ആരോപണം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. കാരണം അതിൽ ഏതാണ്ട് 35-ലധികം കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിച്ച കേസ്, ഇത് കേസ് നമ്പർ 1. മുമ്പേ ഒരു കേസ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് പൊങ്ങി വരുന്നത് പറഞ്ഞാൽ 2008 ഒരു പാരൻസ് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കുട്ടിക്ക് ഇമ്മാതിരി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കംപ്ലൈൻറ്റ്. ആ കുട്ടി അണ്ടർ ഏജ് ആണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ആ കേസ് അന്വേഷിച്ച് ആ കേസ് നേരെ FBI കൈമാറുന്നു. ആ കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് FBI ഈ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ് അവസാനം ഈ ജെഫ്രി എപ്സ്റ്റീനെ പിടിച്ച് അകത്തിടുന്നത്. ഈ ജെഫ്രി എപ്സ്റ്റീൻ അകത്ത് പോയെങ്കിലും ഇയാളൊന്നും തന്നെ മിണ്ടുന്നില്ല, ഒരു കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല. ഇൻട്രോഗേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇയാൾ സത്യസന്ധമായ രീതിയിലല്ല കോഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ വെളിയിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഏതൊക്കെ പ്രമുഖർക്കാണോ ഇയാൾ ഈ കുട്ടികളെ കാഴ്ചവെച്ചത് ആ പ്രമുഖരൊക്കെ ഇന്ന് വളർന്ന് പന്തലിച്ച് വലിയ ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറിയ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്, ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. അതിൽ ഇലോൺ മസ്ക് ഒരാളാണ്. ഇലോൺ മസ്കിന് മെയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ മെയിൽ അയക്കും അത്രേ. അതായത് എല്ലാവർക്കും മെയിൽ വിടുക, ഇത്രാം തീയതി ഇവിടെ പാർട്ടിയുണ്ട്, ഇത്ര മണിക്ക് പാർട്ടിയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പാർട്ടിയാണ്, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കും.
എന്നിട്ട് ഇതിൽ ഒരു മെയിലിന് ഇലോൺ മസ്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇലോൺ മസ്ക് റിപ്ലൈ ചെയ്തിരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നതിലും എക്സൈറ്റ്ഫുൾ ആയിരിക്കുമോ പാർട്ടി എന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ഇലോൺ മസ്ക്. അതാണ് മനസ്സിലാക്കുക. ഇമെയിലിൽ തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് കോടതി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ഇമെയിലുകൾ ഇതേപോലെ കോടതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഡിസംബർ 2025 കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇത് ഇന്ന് പുറത്ത് റിലീസ് ചെയ്യുകയുണ്ടായി. അത് സംഭവം വെച്ചാൽ ട്രംപിന്റെ പേരൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ടോ ഷെയ്ഡ് ചെയ്തിട്ട് എല്ലാം മറച്ചിട്ട് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് അതെല്ലാം മറച്ചിട്ട് പബ്ലിഷ് ചെയ്തു. പക്ഷേ അതങ്ങനെ കോടതി അംഗീകരിക്കില്ല. കോടതി പറഞ്ഞത് പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ ഫുള്ളായിട്ട് പബ്ലിഷ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപിന്റെ പേര് മാത്രമായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു, ട്രംപ് ഈ ഒരു കേസിന്റെ ഫയലുമായിട്ട് എല്ലാ ആഴ്ചയും ഗോൾഫ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ എപ്സ്റ്റീൻ ഫയൽ കൊണ്ടുപോയി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ പേജ് ഇതിനകത്ത് മാറ്റണം, ഏതൊക്കെ വാക്കുകൾ കട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ട്രംപ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതേപോലെ തന്നെ ട്രംപ് എല്ലാം തന്നെ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്തത്. അത് കോടതി അംഗീകരിച്ചില്ല. പൂർണ്ണമായിട്ടും പുറത്തു വിടാൻ പറഞ്ഞു. അങ്ങനെ ആ എപ്സ്റ്റീൻ ഫയല് പുറത്തു വന്നിരിക്കുകയാണ്. ഈ പുറത്തു വന്നതിൽ 1,80,000 ഫോട്ടോസ്, 2,000 വീഡിയോസ്, പിന്നെ ഇതേപോലത്തെ ആർക്കൈവ് ഇമെയിൽ കോപ്പീസ്, ഇങ്ങനെ കുറെ സംഗതികളാണ് ഇപ്പോൾ കോടതി പുറത്തു വിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ ഇതെല്ലാം തന്നെ വായിച്ചിട്ട് ആൾക്കാർ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇവരുടെ മുന്നിലുള്ള ഈ പണച്ചാക്കുകൾ, അതായത് ഈ സോ കോൾഡ് ബിസിനസ് മാൻ, അമേരിക്കൻ കോർപ്പറേറ്റുകളെ നയിക്കുന്ന ബിസിനസ് പീപ്പിൾ, ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളതാണ് ഇന്ന് അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, എന്നാലേ ഇതിനൊരു പൂർണ്ണത കിട്ടുള്ളൂ. നമ്പർ 1 ബിൽ ഗേറ്റ്സ്. അതായത് ഭയങ്കരമായിട്ട് ചാരിറ്റി നടത്തി, ഞാൻ വാക്സിൻ പരീക്ഷണങ്ങളൊക്കെ നടത്തി ആഫ്രിക്കയെയും ഏഷ്യയും, അതായത് ഈ പുവേർട്ടി ലൈനിൽ താഴെ കിടക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഉന്നമനം ഉണ്ടാവാനും അവർക്കൊക്കെ മെഡിസിൻ മേഖലയിൽ ഭയങ്കരമായിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉടായ്പ കാണിച്ചുകൊണ്ട് വരുന്ന ഈ ബിൽ ഗേറ്റ്സ് ഉണ്ടല്ലോ, ഇയാൾ നമ്പർ 1 ഉടായ്പാണ്. ഈ വാക്സിനിൽ തന്നെ ഇയാൾ നടത്തുന്നത് മരുന്ന് പരീക്ഷണമാണ്. ഈ മരുന്ന് പരീക്ഷണത്തിനാണ് ഈ പാവപ്പെട്ട രാജ്യങ്ങളിലെ ആൾക്കാരെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ആഫ്രിക്കൻ മേഖലയിലാണ് ഇയാളുടെ പരീക്ഷണ കേന്ദ്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ ഇയാൾ കരഞ്ഞ് കാല് പിടിച്ച് ചോദിച്ചു, ഇവിടെയാണ് ഒരുപാട് പോപ്പുലേഷൻ ഉള്ളത്, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ വരാൻ വേണ്ടിയിട്ട് പല തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല NGO സംഘടനകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അതൊക്കെ ബാൻ ചെയ്ത് നീക്കിക്കളഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം പുള്ളിക്ക് എന്തായാലും ഉണ്ട്. ഈ ബിൽ ഗേറ്റ്സ് ഇതിൽ നമ്പർ 1 ആണ്. ഈ ബിൽ ഗേറ്റ്സ് ഈ പാർട്ടിയിൽ പോയി പങ്കെടുത്തതായിട്ടും ഒരു റഷ്യൻ യുവതിയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇയാൾക്ക് STD അസുഖം പിടിപെടുന്നു. ആ അസുഖം അവരുടെ വൈഫിനും കൂടി പകർന്നു കിട്ടുന്നു. ഇനിയിപ്പോൾ ഈ വൈഫുമായിട്ട് വേർപിരിഞ്ഞതിന്റെ റീസൺ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ STD അസുഖം ബാധിച്ച് രഹസ്യമായിട്ട് തന്നെ ഇയാൾ മരുന്ന് വാങ്ങിച്ച് ഇയാൾ കഴിക്കുകയും ആ മരുന്ന് സീക്രട്ടായിട്ട് തന്നെ വൈഫിന്, മെലിൻഡ ബിൽ ഗേറ്റ്സിന് അവരറിയാതെ തന്നെ ഈ മെഡിസിൻ അവർക്ക് കൊടുത്തതായിട്ടുമുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ സീക്രട്ടായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും കൾച്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മെലിൻഡ അറിയാതെ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊറാലിറ്റി എപ്പോഴും മൊറാലിറ്റി ആയിട്ട് തന്നെ നിലനിൽക്കും. അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തത് സ്റ്റീഫൻ ഹോക്കിങ്സ്. അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, എന്തായാലും അയാളുടെ പേര് ലിസ്റ്റിലുണ്ട്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പണ്ട് ഞാൻ ഈ ഒരു എപ്സ്റ്റീൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇയാളൊരു യങ് ലേഡി, 18 വയസ്സിന് താഴെയുള്ള അണ്ടർ ഏജ് ആണ്, ആ ലേഡി അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഈ എപ്സ്റ്റീൻ്റെ പാം ബീച്ച് റിസോർട്ടിൽ അല്ലെങ്കിൽ ഈ പാം ബീച്ച് ഐലൻഡിൽ ഇയാൾ പോയിട്ട് സംസാരിക്കുകയാണ് ആ ലേഡിയുടെ അടുത്ത്. അതായത് ഇതുപോലത്തെ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് നിന്റെ വിർജിനിറ്റി നഷ്ടപ്പെടുന്നതിൽ നീ പ്രൗഡ് ആവേണ്ടതാണ് എന്നുള്ള ഡയലോഗാണ് ഇയാൾ പറയുന്നത്. ആ വീഡിയോ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇപ്പൊ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതേസമയം ഇമാതിരിപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആണ് ഈ വ്യക്തി. പിന്നെ ഇവരുടെ പേരിലൊക്കെ കേസുകളും ഉണ്ടല്ലോ. ട്രംപിന് തന്നെ ഇലക്ഷന് മുമ്പ് സ്ത്രീ പീഡന കേസ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇലക്ഷനിൽ വിജയിച്ചതിന് ശേഷം അമേരിക്കൻ കോടതി ഒഴിവാക്കി കൊടുത്തതാണല്ലോ. അതേപോലെ തന്നെ അടുത്ത വ്യക്തിയാണ് ബിൽ ക്ലിന്റൺ. ബിൽ ക്ലിന്റൺ അറിയാമല്ലോ, മോനിക്ക ലെവിൻസ്കി എന്ന് പറഞ്ഞ ഒരു ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്ത് തന്നെ വളരെ പ്രമാദമായിട്ടുള്ള കേസായിരുന്നു. ബിൽ ക്ലിന്റനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുട്ടേജസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ മൈക്കൽ ജാക്സൺ അവിടെ മ്യൂസിക് കൺസേർട്ട് നടത്താൻ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. ഈ മൈക്കൽ ജാക്സന്റെ പേരിലൊക്കെ വേറെ തരത്തിലുള്ള കേസുകളൊക്കെ പണ്ട് അമേരിക്കയുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസുമായിട്ട് വളരെയധികം റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ. ഈ പാം ബീച്ച് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. അതിലാണ് ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. അതായത് ആ എയർപോർട്ടിൽ നിന്നും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നേരെ അവരെ അവിടെ കൊണ്ടുപോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആർക്കും കൊടുക്കത്തില്ല. ഇതിനകത്ത് ട്രംപ് മാത്രമാണ് ട്രംപിന്റെ സ്വന്തം ഫ്ലൈറ്റിൽ അവിടെ പോയിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ കൂടെയുള്ള
ആ പ്രൈവറ്റ് ജെറ്റിലും ട്രംപ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ആ ഒരു ഫ്ലൈറ്റിന്റെ ഡേറ്റയിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ട്രംപ് 2016 മുതൽ 2020 വരെ അമേരിക്കൻ പ്രസിഡന്റായിട്ടിരുന്ന ആ ഒരു സമയത്ത് ജെഫ്രി എപ്സ്റ്റീനും ട്രംപും വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതുപോലെ അലക്സാണ്ടർ അക്കോസ്റ്റ. ഇവർ മൂന്നും, ഈ അലക്സാണ്ടർ അക്കോസ്റ്റയാണ് ട്രംപിനെയും ജെഫ്രി എപ്സ്റ്റീനെയും ആദ്യം ബന്ധിപ്പിക്കുന്നത്. അപ്പം ഈ അലക്സാണ്ടർ അക്കോസ്റ്റയ്ക്ക് പിന്നീട് ട്രംപ് വിജയിച്ച് അമേരിക്കൻ പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് ടേമിൽ ഈ അക്വസ്റ്റയാണ് ലേബർ സെക്രട്ടറി ആയിട്ട് ട്രംപ് നിയമിച്ചത്. ട്രംപിന്റെ ഓൺ കപ്പാസിറ്റിയിൽ നിയമിച്ചതാണ്. പക്ഷേ അതേസമയം ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ കിടക്കുകയാണ്. 2017 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്നും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ട്രംപിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ കോളിൽ സംസാരിച്ചത് ഒരു ലേഡിയാണെന്നും ആ ലേഡി ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ട്രംപുമായിട്ട് സംസാരിച്ചതെന്നും അതിനെ തുടർന്ന് ജെഫ്രി എപ്സ്റ്റീൻ പുള്ളിക്കാരൻ്റെ ഒരു വിഷമം പങ്കുവച്ചതായിട്ടൊക്കെ ആ ലേഡി ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ചതായിട്ട് ഈ ഡ്രൈവർ വിറ്റ്നസ് പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞിരുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് അവസാനം നീ അമേരിക്കൻ പ്രസിഡന്റ്, എനിക്ക് ജയിൽ, ലൈഫിനൊരു ഫെയർനെസ് വേണ്ടേ എന്നുള്ള നിലയിലുള്ള ഡിസ്കഷൻ അവിടെ ഉണ്ടായതായിട്ടാണ് ഈ ഡ്രൈവറിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം തന്നെ FBI അന്വേഷിച്ച വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ എടുത്ത് പറയുന്നത്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇതിനകത്ത് ഇൻവോൾവ് ആയോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ ജെഫ്രി എപ്സ്റ്റീൻ എങ്ങനെ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം ഇത് ഓക്കെ പീഡോഫൈലിക്കാണ്, അതൊരു കേസാണ്. അതിലുപരിയായിട്ട് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം അമേരിക്ക കൂടുതലായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. അതായത് ഇവർക്ക് ബിയോണ്ട് ദിസ് ലെവൽ, ഈ പെൺവാണിഭം അല്ലാണ്ട് ഇതിനുപരിയായിട്ട് വേറെ എന്തെങ്കിലും രാജ്യ താല്പര്യത്തിനെ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം പ്രധാനമായിട്ട് FBI അന്വേഷണത്തിന്റെ താല്പര്യം. അപ്പോൾ അതിൽ ഇപ്പോൾ പൊതുവിലൊരു കോൺസ്പിറസി വരുന്നുണ്ട്. ഈ കോൺസ്പിറസി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ രാജ്യം, ആ ചെറിയ രാജ്യം അവരാണ് ഈ എപ്സ്റ്റീൻ ത്രൂ ഈ അമേരിക്കൻ ഭരണകൂടത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള വലിയ വലിയ ബിസിനസ്മാൻ അഥവാ കോർപ്പറേറ്റ്സുകളെ എല്ലാം തന്നെ ഒരുമിപ്പിച്ച് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തി ആ ട്രാപ്പിൽ വെച്ചിട്ട് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരുക്കിയ കെണിയാണിത് എന്നുള്ളൊരു കോൺസ്പിറസി തിയറി വരുന്നുണ്ട്. ആ ചെറിയ രാജ്യം ഏതാണെന്ന് മനസ്സിലായല്ലോ, ഞാൻ പറയാതെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ആ രാജ്യം ഇപ്പോഴും അമേരിക്കയെ ഈ വിഷയം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അമേരിക്ക അവരുടെ കൺട്രോളിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ കോൺസ്പിറസി ഇസ്രായേലിനെതിരെ മെനയുന്ന കോൺസ്പിറസിയാണ്. ഇസ്രായേലിന്റെ അമേരിക്കൻ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ ബാങ്കിങ് സെക്ടർ ഉൾപ്പെടെ കോർപ്പറേറ്റുകളിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ജൂവിഷ് കമ്മ്യൂണിറ്റി, ജൂവിഷ് ഡയസ്പറ അമേരിക്കയിലുണ്ട്. അവർക്കിപ്പം ഒരു എപ്സ്റ്റീനെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇത് കോൺസ്പിറസിയാണ്, അതും കൂടി ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഈ ജെഫ്രി എപ്സ്റ്റീൻ ആദ്യം പോലീസിനടുത്ത് പറയുകയാണ്, ഞാൻ എല്ലാം തുറന്ന് പറയാം. അതായത് ഈ ട്രംപ് പ്രസിഡന്റ് ആവുന്നു. ട്രംപ് പ്രസിഡന്റ് ആയ ഉടനെ തന്നെ മൊത്തത്തിൽ തന്നെ ഈ ജെഫ്രി എപ്സ്റ്റീനെ നമ്മളോടൊപ്പം അർമാദിച്ചിരുന്ന ആൾക്കാരെല്ലാം തന്നെ വലിയ വലിയ പൊസിഷനിൽ വെളിയിൽ തിളങ്ങി നടക്കുകയാണ്. ജെഫ്രി മാത്രം അകത്ത് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവനൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുത്തു, എന്നെ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാമെന്ന് പറയുകയും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇയാളെ റിലീസ് ചെയ്തിട്ടും ഇയാൾ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ പറയുന്നില്ല, ഒരു കാര്യവും പുറത്ത് പറയുന്നില്ല. ആ സാഹചര്യത്തിലേക്ക് വീണ്ടും ഇയാളെ ജയിലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ജയിലിന്റെ ഉള്ളിൽ തന്നെ ഇയാൾ കൊല ചെയ്യപ്പെടുകയാണ്. ഈ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വാർത്ത. അങ്ങനെയാണ് മൊത്തത്തിൽ കിടക്കുന്നത്. അത് ജെഫ്രി എപ്സ്റ്റീൻ അങ്ങനെ ഇത്രയും വർഷം ജയിലിൽ കിടന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് തയ്യാറാവില്ല എന്നാണ്, ആത്മഹത്യ ചെയ്തു എന്നാണ് ആദ്യം റെക്കോർഡിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കൊലപാതകമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ക്ലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴും അന്വേഷണം അവസാനിക്കാത്ത അവസ്ഥയിൽ ഇത് തുടരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ട്രംപിന്റെ പേരൊക്കെ ഇതിനകത്ത് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ, അണ്ടർ ഏജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അഡൽട്ട് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ കൃത്യമായ റെമ്യൂണറേഷൻ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് വന്നത് എന്നുള്ളത് ഈ ഡോക്യുമെന്റ് പറയുന്നുണ്ട്. അതായത് ഇവരെല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്രവൃത്തിയിലേക്ക് വന്നത്, അല്ലാതെ ഇവരെ ആരും പിടിച്ചുകൊണ്ട് വന്ന് പീഡിപ്പിച്ചതല്ല എന്നുള്ള നിലയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ റെമ്യൂണറേഷൻ കൈപ്പറ്റിയ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ കൺസെന്റ് ആണ്. ഈ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൺസെന്റ് വരാണ്. അപ്പോൾ ഈ കൺസെന്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല, ഇല്ലെങ്കിൽ ഇതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് സംസാരിക്കേണ്ടതില്ല എന്നാണ് നിലപാടെങ്കിൽ, ഇവിടെ ഈ അണ്ടർ ഏജിൽ വരുന്ന കുട്ടികൾ അത് ശരിക്കും കൺസെന്റ് ഉണ്ടെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ആ കേസ് നിലനിൽക്കും. Girls, of course, he had a court settlement in 2008 on similar charges that was orchestrated by the Secretary of Labor, Alexander Acosta. These new accusations come from a woman named Jennifer Araozi, and I don't know if I'm saying that correctly. She says when she was 14 in 2001, she was approached by a woman outside her high school and basically asked to service the man who ended up being Jeffrey Epstein. Listen to this interview. Once a week, twice a week, my freshman year. Did you ever tell him your age? I told
the recruiter, I've mentioned it in front of him, yes. You're 14 years old. Yeah, he knew very well my age. He knew exactly, you know, who he was hanging out with. ഈ അണ്ടർ ഏജിൽപ്പെട്ട കുട്ടികളെ പീഡിപ്പിച്ച കേസ് നിലനിൽക്കും. അതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇയാളോടൊപ്പം ഈ ജെഫ്രി എപ്സ്റ്റീനോടൊപ്പം ഇരുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ജിസ്ലിൻ മാക്സ്വെൽ, ഇവര് സെപ്പറേറ്റ് പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇവർ നടത്തിയ പാർട്ടിയിലും കുറച്ച് പ്രമുഖന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ബോളിവുഡ് ഡയറക്ടർ മീര നായർ എന്ന് പറഞ്ഞൊരു ലേഡി, മംദാനിയുടെ മദർ പങ്കെടുത്തിട്ടുണ്ട്. നിലവിലെ ന്യൂയോർക്കിലെ മേയർ ആയിട്ടുള്ള മംദാനിയുടെ മദർ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ആമസോണിന്റെ സിഇഒ ജെഫ് ബെസോസ് പങ്കെടുത്തിട്ടുണ്ട് പാർട്ടിയിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു സ്പൈഡർ നെറ്റ് പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2019 ഓഗസ്റ്റിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ജയിലിന്റെ ഉള്ളിൽ മരണപ്പെടുന്നത് അഥവാ കൊല്ലപ്പെടുന്നത്. ആ ഒരു കോൺസ്പിറസി ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജെഫ്രി എപ്സ്റ്റീൻ മരണപ്പെട്ട് കിടന്ന ആ ഒരു ജയിലിൽ 2019 CCTV വർക്ക് ചെയ്യുന്നില്ല, അവിടെ സെക്യൂരിറ്റി അന്ന് ഡ്യൂട്ടിക്കില്ല എന്ന് പറയുന്നു. അപ്പം ആകെ കൂടെ ഒരു ദുരൂഹതയുണ്ട് ഈ ജെഫ്രി എപ്സ്റ്റീന്റെ മരണത്തിൽ. അതാണ് ഇപ്പം നിലവിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം ഈ ജെഫ്രി എപ്സ്റ്റീൻ കേസുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് 2017, അതായത് എപ്പോൾ നോക്കണം, 2008 തുടങ്ങിയ കേസാണ്. 2019 ഈ ജെഫ്രി എപ്സ്റ്റീൻ തന്നെ കൊല്ലപ്പെടുകയാണ്. ഇല്ലെങ്കിൽ അയാൾ സ്വയമേ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ജെഫ്രി എപ്സ്റ്റീൻ ഇല്ല 2019 ഓഗസ്റ്റിന് ശേഷം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 2017 ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജെഫ്രി എപ്സ്റ്റീൻ കേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിനൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജെഫ്രി എപ്സ്റ്റീൻ പാർട്ടികൾ നടത്തിയിരുന്നത് 2008 മുമ്പാണ്. 2008 കൂടി ഇയാളുടെ പാർട്ടിയും കൂത്തും എല്ലാം തീർന്ന്. പിന്നെ എങ്ങനെയാണ് 2017 ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജെഫ്രി എപ്സ്റ്റീന്റെ പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പോപ്പുലേഷനാണ്. ഇന്ത്യക്കാരുടെ ആരുടെയെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും. പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുശാലായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയാൻ അമേരിക്കക്കാർക്ക് നല്ല താല്പര്യം ഉണ്ടാവും, ഇല്ലാന്നില്ല. കാരണം ട്രംപ് ആണല്ലോ ഈ കേസിൽപ്പെട്ട് നാറിക്കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോകത്തുള്ള മറ്റുള്ള നേതാക്കളുടെ പേരും കൂടി ഇതിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയലിന്റെ എൻറ്റയർ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന സമയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റുകൾ, പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ്, പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ, ഇതിലൊക്കെ പല വിഷയങ്ങളിലും ഈ ഗവൺമെന്റ് ഫെഡറൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഏജൻസി സംവിധാനത്തിൽ ഇയാൾ ബന്ധപ്പെടും. ഇപ്പോഴും അമേരിക്കയുടെ ഉള്ളിൽ ഏജൻസി സംവിധാനമുണ്ട്. ട്രംപിന്റെ ഓഫീസിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പല ഏജൻസികളും അവിടെ പണം വാങ്ങുന്നുണ്ട്. പലരും സ്വാധീനിച്ച് തന്നെയാണ് ഉള്ളിൽ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പേരോ ഇന്ത്യൻ ആൾക്കാരുടെ പേരൊക്കെ വന്നേക്കാം. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാവരും ഈ പീഡോഫിലിക് കേസിൽ പോയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഈ പീഡോഫിലിക് കേസിൽ ബന്ധപ്പെട്ടവന്മാരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോഴും ഈ ഫയലിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, എപ്സ്റ്റീൻ കേസിൽ ഫയലിൽ പേരുണ്ട് എന്ന് വെച്ചിട്ട് അവർ കുറ്റക്കാരല്ല, അത് വീണ്ടും അന്വേഷണം നടത്തി തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇതാണ് എപ്സ്റ്റീൻ ഫയലിന്റെ പൂർണ്ണരൂപം. ഈ ഫയൽ പുറത്തു വന്നു. ഇതിനകത്ത് ഇത്രയും പ്രമുഖന്മാർ പ്രൈവറ്റ് ജെറ്റ് എടുത്തുകൊണ്ട് വെറുതെ ബിരിയാണി കഴിക്കാനല്ലല്ലോ ഈ പാം ബീച്ചിൽ പോയത്. അതെന്തായാലും ഉറപ്പാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിൽ ഇൻവോൾവ് ആയ കുട്ടികൾ അവര് സ്വയമേ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് FBI നടത്തിയ അന്വേഷണത്തിൽ അവരെല്ലാവരും തന്നെ ഇത് ഞാനാണ്, എന്നെ ഇന്നയാൾ പീഡിപ്പിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അവർ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റും കൂടി ഈ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഇന്നയാൾ ഇന്ന പീഡനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു വിട്ടാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന മഹാന്മാരൊക്കെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.